സുരേഷ് ഗോപിയെ പ്രശംസിച്ചതിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല എന്ന് തൃശൂർ മേയർ. സുരേഷ് ഗോപിയുമായി നടന്നത് മന്ത്രി എന്ന നിലയിലുള്ള ആശയവിനിമയം മാത്രമാണ്. രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് വികസന പ്രവർത്തനങ്ങൾ നടത്താതിരിക്കാനാകില്ല. ഇടതുപക്ഷത്തിനൊപ്പമാണ് താൻ ഉറച്ചു നിൽക്കുന്നത് എന്നും MK വർഗീസ് വ്യക്തമാക്കി. എൻ്റെ രാഷ്ട്രീയം തന്നെ വേറെ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വേറെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് ഇതുപോലെ തന്നെ പല സംരംഭങ്ങളിലും മുമ്പും ഇതുപോലെ തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹമായിട്ട്. ആ പുരോഗതിക്ക് അദ്ദേഹം പല പദ്ധതികളും അദ്ദേഹം തയ്യാറാക്കുന്നത് നല്ല കാര്യം. അത് തൃശ്ശൂർക്കാർക്ക് ഗുണകരമായി വരണ്ടേ? അതിനകത്തൊരു രാഷ്ട്രീയം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാൻ എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന് കൊണ്ടുവരുന്ന വലിയ പദ്ധതികൾ കൊണ്ടുവരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഒരു മന്ത്രിയായി അദ്ദേഹത്തിൻ്റേതായ കാഴ്ചപ്പാടിൽ കൂടി ആഗ്രഹങ്ങളിൽ കൂടി ഒരു മേയർ എന്ന നിലയ്ക്ക് എന്നോട് ആശയവിനിമയം ചെയ്തു എന്നതിൽ കവിഞ്ഞ് മറ്റു തരത്തിലുള്ള രാഷ്ട്രീയം ഇതിനകത്ത് കൂട്ടിക്കലർത്തേണ്ട യാതൊരു ആവശ്യമില്ല. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ഈ രാഷ്ട്രീയ വിവാദമാണ് ഇതിന്റെ പിന്നിലെന്ന് വളരെ വ്യക്തമാണ്. കാരണം ഏതൊരു മനുഷ്യനും മറ്റൊരു വ്യക്തിയുമായി ആശയസംവേദനം നടത്താനുള്ള അവകാശമുണ്ട് എന്നിരിക്കെ അതിൽ രാഷ്ട്രീയം മാത്രം കാണുന്നത് കുറച്ച് ഖേദകരമല്ലേ എന്ന് ആലോചിക്കുകയാണ്. തീർച്ചയായും മേയറും അത് തന്നെയാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് വരെ സുരേഷ് ഗോപിയെ മേയറെ സന്ദർശിച്ചതും മേയർ സുരേഷ് ഗോപി ഈ തൃശ്ശൂരിലെ MP ആകാൻ ഫിറ്റായ ആളാണ് എന്നുൾപ്പെടെയുള്ള ഒരു പരാമർശങ്ങൾ നടത്തിയതുമെല്ലാം തന്നെ ഇടതുമുന്നണിക്കുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു. അതിനെല്ലാം തന്നെ ശേഷം ഈ തെരഞ്ഞെടുപ്പ് പരാജയം ഇടതുമുന്നണിക്ക് സംഭവിച്ചതിന് ശേഷവും മേയറെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ചർച്ചകളെല്ലാം തന്നെ നടക്കുകയും ചെയ്തു. അതെല്ലാം തന്നെ ഒരു വിധത്തിൽ ഒരു സമവായത്തിലെത്തിയ സമയത്തായിരുന്നു ഇന്നലെ സുരേഷ് ഗോപിയും മേയറും ഒരു പരിപാടിയിൽ പങ്കെടുത്ത സമയത്ത് അധ്യക്ഷൻ മേയറായിരുന്നു. ആ സമയത്ത് സുരേഷ് ഗോപിയെ മേയർ പുകഴ്ത്തുകയും തിരിച്ച് സുരേഷ് ഗോപിയും മേയറെക്കുറിച്ച് വികസനത്തിന് നല്ല കാഴ്ചപ്പാടുള്ള വ്യക്തിയാണെന്നുൾപ്പെടെയുള്ള വിവരങ്ങളെല്ലാം തന്നെ പങ്കുവച്ചതെല്ലാം തന്നെ അത് പിന്നീട് വീണ്ടും ഇടതുമുന്നണിക്കകത്തും അതുപോലെ തന്നെ മറ്റു തരത്തിലും ചർച്ചയാവുകയും ചെയ്തു. ഇതോടുകൂടിയാണ് മേയർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇതിൽ രാഷ്ട്രീയം കാണേണ്ട ആവശ്യമില്ല. താൻ ഒരു കോർപ്പറേഷൻ്റെ ഒരു പരിപാടിക്ക് കേന്ദ്രമന്ത്രി എത്തി. ആ കേന്ദ്രമന്ത്രി എത്തിയ സമയത്ത് കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്ക് തൻ്റെ വികസന കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കുകയും അദ്ദേഹത്തെക്കുറിച്ച് ആ ഒരു വേദിയിൽ നല്ല വാക്കുകൾ പറഞ്ഞു. അത് രാഷ്ട്രീയം അതിൽ കാണേണ്ടതില്ല. തൻ്റെയും സുരേഷ് ഗോപിയുടെയും രണ്ട് തരത്തിലുള്ള രാഷ്ട്രീയമാണ്. അതിൽ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും തനിക്കിപ്പോഴും ഇല്ല. താൻ ഇടതുമുന്നണിയിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അതിൽ ഒരു മാറ്റവും ഇല്ല എന്ന് കൃത്യമായി മേയർ പറയുകയും ചെയ്യുന്നു. അതായത് തൃശ്ശൂരിൻ്റെ വികസനം എന്നത് മാത്രമാണ് തൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെയും ലക്ഷ്യം അത് തന്നെയാണെങ്കിൽ അത് തൃശ്ശൂരിൻ്റെ വികസനത്തിൻ്റെ അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൂടെ എന്നുള്ള ചോദ്യമാണ് ഇവിടെ മേയർ ഉയർത്തുന്നത്.